ഇതിൻ്റെ മോഡലൊക്കെ കണ്ടല്ലോ അല്ലേ? ഇതാണ് മോഡൽ 2023 ഒരു ആസ്കിങ് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. അതായത് ബിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1,79,500 ദിറംസാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ബിഡ് പ്രൈസ്. അതുപോലെ പല മോഡലുകളുണ്ട് ഇവിടെ. ഹുണ്ടായിൻ്റെ വണ്ടിയുണ്ട്. ഹുണ്ടായിൻ്റെ ഇത് മോഡൽ കാണുന്നത് 2021 മോഡലാണ്. 2021 മർഹബയുടെയാണ്. മർഹബ ഓപ്ഷനിലെ ഇവിടെയാണ് നമ്മൾ ഈ ഓപ്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് ബിഡ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് 25,500 അതുപോലെ ഇതാ ജീപ്പുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 63,500 കേട്ടോ. 63,500. ഇത് മോഡൽ 2021 അതേപോലെ ഇതാ ടൊയോട്ട കാമറി. ഇതിൻ്റെ ആസ്കിങ് ബിഡ് സ്റ്റാർട്ടിങ് പ്രൈസ് 40,500 ഇതിൻ്റെ മോഡൽ അതുപോലെ വരുന്നത് 2018 ആണല്ലോ. അപ്പോൾ ഇതേപോലെയുള്ള കുറേ വണ്ടികൾ ഇവിടെ ഇങ്ങനെ ലേലം വിളിക്കുന്ന പരിപാടിയാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത് ലേല പരിപാടിയാണ് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ കണ്ടത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇവിടെ ഇങ്ങനെ ഇവർ ഇതുപോലെ വെച്ചിട്ടുണ്ടാവും. അതിൽ നമുക്ക് നോക്കി ഏതാണോ നല്ലത് എന്നുള്ളത് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ എല്ലാം ആക്സിഡൻറ്റ് വണ്ടികളാണ് ഉണ്ടാവുക. ഇതുപോലെ ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടികളൊക്കെയാണ് ഉണ്ടാവുക. ഈ ആക്സിഡൻറ്റ് വണ്ടി ഇതിൽ 24,500 ഇവരുടെ ബിഡ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. 24,500. ഇതിൻ്റെ മോഡൽ വരുന്നത് എന്ന് പറഞ്ഞാൽ 2018 മോഡലാണ് കേട്ടോ. ടൊയോട്ട RAV 2018 ടൊയോട്ട RAV. അതേപോലെ തന്നെ ഇതാ ടൊയോട്ടയുടെ തന്നെ ഇതിന് ഒരു പ്രൈസ് വെച്ചിട്ടില്ല. ടൊയോട്ട RAV തന്നെ 2021 മോഡലാണ്. ഇതിന് പ്രൈസ് കാണുന്നില്ല. അതുപോലെ നിസാൻ്റെ വണ്ടിയുണ്ട്. 13,500 ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഡ് പ്രൈസ്. നിസാൻ്റെ വണ്ടിയാണ്. ഇതിൻ്റെ മോഡൽ വരുന്നതും 2015 നിസാൻ്റെ. ഇതാ ഫ്രണ്ട് ഏകദേശം വലിയ കുഴപ്പമില്ല. ഇതാ ബാക്ക് ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകളൊക്കെയാണ്. ഉണ്ടല്ലേ, ഗ്ലാസ്സില്ല. അതുപോലെ ബാക്കിൽ നല്ല അടി പൊട്ടിയുണ്ട്. വല്ലാണ്ട് അടി ഇങ്ങനെ പുറത്തേക്ക് കാണുന്നില്ല. ബമ്പർ പൊട്ടിയിട്ടുള്ള കാര്യമുള്ളൂ. അത്രയൊക്കെയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ്. ഇവിടെ ഫ്രണ്ടിൽ വലിയ പ്രശ്നമില്ല. ഉണ്ടല്ലേ. ഇതാ വേറൊരു വണ്ടി ഇതാ 41,500 ബിഡ് സ്റ്റാർട്ടിങ് പ്രൈസ് ഉള്ളത്. ടൊയോട്ട കൊറോളയാണിത് കേട്ടോ. 2024 മോഡലാണ്. ഉണ്ടല്ലേ, 2024 മോഡലാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് ബിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 41,500 ഇതായി ഒരു ഓൾമോസ്റ്റ് ഫ്രണ്ട് ബോണറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എഞ്ചിനും കാര്യങ്ങൾക്കൊന്നും കംപ്ലൈൻ്റ് ഇല്ല. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ നന്നായി അറിയുന്നവർ വന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ നല്ല പ്രൈസിൽ കുറഞ്ഞ റേറ്റുകളിൽ നമ്മൾ മാർക്കറ്റിൽ എടുക്കുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റുകളിലൊക്കെ ഇവിടുന്ന് വണ്ടി കിട്ടും. പിന്നെ മെക്കാനിക് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. 2019 അൾട്ടിമയുടെ ബിഡ് സ്റ്റാർട്ടിങ് പ്രൈസ് 21,500 കേട്ടോ. 21,500. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ് കാണുന്നത്. കണ്ടല്ലോ, ഈ കണ്ടീഷനിലാണ്. അതിൻ്റെ ചേസിന് കാര്യങ്ങൾക്കൊക്കെ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. ചേസ് ഇവിടെ പാസ്സായിട്ട് കിട്ടില്ല. ബാക്കെല്ലാം കണ്ടീഷൻ അടിപൊളി സംഭവമാണ്. അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. BMW, മെഴ്സിഡസ് ബെൻസ്, അങ്ങനെ കുറേ ഉണ്ട്. C ക്ലാസ് 300 ഇതിൻ്റെ ഒക്കെ പ്രൈസുള്ള ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് വെച്ചിട്ടുണ്ട്. അർമദ 36,500 ഇവരെ ആസ്കിങ് ബിഡ് പ്രൈസ് വന്ന്. 2017 മോഡൽ അർമദ. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ വണ്ടികളുണ്ട്. ഇത് 36,000 ദിറംസാണ് മെഴ്സിഡസ് ബെൻസ്. ഉണ്ടല്ലോ, മെഴ്സിഡസിൻ്റെ വണ്ടി 36,000 ദിറംസാണ് അവരുടെ സ്റ്റാർട്ടിങ് പ്രൈസ്. ഇതിൻ്റെ മോഡൽ വന്നിട്ട് 2019. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട് സംഭവങ്ങൾ. ഇവിടെ ഒന്നും വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. പക്ഷേ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് അറിയില്ല. ഇതാണപ്പോൾ കണ്ടീഷനുകൾ. ഇതാണ് നമ്മളെ ബിഡ് മർഹബ ഓപ്ഷൻ്റെ സംഭവം. നിങ്ങൾക്കൊന്ന് കാണിച്ചു.